സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി സമസ്ത മുഖപത്രം സുപ്രഭാതം. വഖഫ് ബോർഡ് വിവാദത്തിൽ സർക്കാർ നിലപാട് ആശങ്കപ്പെടുത്തുന്നതെന്ന് സുപ്രഭാതം എഡിറ്റോറിയൽ. സർക്കാർ വീഴ്ചകൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മതേതര മനസ്സുകൾ സർക്കാരിനെ തള്ളിപ്പറയുമെന്ന് സമസ്തയുടെ താക്കീത്. സംഘപരിവാർ തീരുമാനങ്ങൾക്കനുസരിച്ച് വഖഫ് ബോർഡ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒത്തുകളിച്ചുവെന്ന ആരോപണം ഇപ്പോഴും ശക്തമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരം നിലനിർത്താനായി മുസ്ലിം ലീഗും BJPയുടെ നിർദ്ദേശത്തിന് കീഴടങ്ങിയെന്ന ആക്ഷേപവും വലിയ വിഭാഗം മുസ്ലിം വിശ്വാസികൾ ഉയർത്തുന്നുണ്ട്. മുസ്ലിം ലീഗിനും സംസ്ഥാന സർക്കാരിനും പിന്തുണ നൽകി വന്നിരുന്ന സമസ്ത നേതൃത്വം ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ സമീപനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. സമസ്തയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ലീഗ് നേതാക്കൾ കിണഞ്ഞു ശ്രമിക്കുന്നുവെങ്കിലും സമസ്ത നേതൃത്വം വഴങ്ങിയിട്ടില്ല. അതിനിടയിലാണ് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ സമസ്ത വീണ്ടും ആഞ്ഞടിച്ചത്. വഖഫ് വിഷയത്തിൽ സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമെന്നാണ് മുഖപ്രസംഗം രൂക്ഷമായി വിമർശിക്കുന്നത്. ഒന്നുകിൽ ഭരണ നേതൃത്വം നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പുറകിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളുടെ ആത്മാർത്ഥതയില്ലെന്ന് തെളിയിക്കുന്നു എന്ന രൂക്ഷ വിമർശനവും സമസ്ത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരം ഇരട്ടത്താപ്പുകളെ എങ്ങനെ ന്യായീകരിക്കുമെന്നും ചോദ്യമുണ്ട്. ഇത് VD സതീശന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുമെന്നും വീഴ്ച പറ്റിയെന്നും പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പറയാൻ ആർജവം കാണിക്കണമെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. വീഴ്ച ന്യായീകരിച്ചാൽ മതേതര മനസ്സുകൾ കൂടുതൽ അകലം പാലിക്കുമെന്നും സമസ്ത മുഖപത്രത്തിലെ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നു. വഖഫ് വിഷയത്തിൽ ഇക്കാലമത്രയും UDF ഉൾപ്പെടെയുള്ള മതേതര ചേരിയെ ഉയർത്തിപ്പിടിച്ച വ്യക്തമായ നിലപാടിന്റെ നിരാസത്തിനു കൂടി വഴി തുറക്കുകയാണ് എന്നത് അത്യന്തം ആശങ്കാജനകമാണ്. മോദി സർക്കാർ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശാധികാരങ്ങളും മതപരമായ നിഷ്കർഷകളും റദ്ദാക്കുക എന്ന ലക്ഷ്യത്തോടെ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തെ ഇന്ത്യ സഖ്യം എതിർത്തത് ഇതര മതവിഭാഗ പ്രാതിനിധ്യമടക്കമുള്ള വിവാദ വ്യവസ്ഥകളുടെ പേരിലായിരുന്നു. എന്നാൽ അതേ വ്യവസ്ഥ പ്രകാരം ആ മുസ്ലിമുകളെ വഖഫ് ബോർഡിൽ കുടിയിരുത്താനുള്ള അവസരം ഒരുക്കുകയാണ് ഹൈക്കോടതിയിലെ മനഃപൂർവ്വ നടപടിയിലൂടെ സർക്കാർ അഭിഭാഷകൻ ചെയ്തത്. ഒന്നുകിൽ ഭരണ നേതൃത്വം നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്നു, അല്ലെങ്കിൽ തങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളോട് തെല്ലും ആത്മാർത്ഥത കാട്ടില്ലെന്ന് തെളിയിക്കുന്നു. ഭരണ നേതൃത്വത്തിലെ പ്രധാന പാർട്ടി കക്ഷി ചേർന്ന ഒരു സുപ്രധാന കേസിന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലപാട് അതേ സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നിരത്തിയത് യാദൃശ്ചികമെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാകുമോ? വാക്ക് പാലിക്കാനുള്ളതാണെന്നും നിലപാടാണ് കരുത്തെന്നും ആവർത്തിക്കുന്ന ഭരണ നേതൃത്വം ഇത്തരം ഇരട്ടത്താപ്പുകളെ എന്തിന്റെ പേരിലാണ് ന്യായീകരിക്കുക? മുനമ്പം വിഷയത്തിൽ UDFൽ ഐക്യപ്പെട്ട തീരുമാനം വരുന്നതിന് മുമ്പായി അത് വഖഫ് ഭൂമിയല്ലെന്ന് പരസ്യമായി ഭരണ നേതൃത്വം പ്രഖ്യാപിച്ചത് നാക്കുപിഴ മാത്രമാണോ? വഖഫുമായി ബന്ധപ്പെട്ട ഈ നിലപാടുകൾ ആർക്കുവേണ്ടിയാണെന്നും ആരുടെ താല്പര്യത്തിലാണെന്നും സർക്കാർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. പുതുകേരള സൃഷ്ടിക്ക് കളമൊരുക്കിയ VD സതീശൻ സർക്കാരിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് ഇത്തരം വീഴ്ചകൾ കളങ്കമേൽപ്പിക്കുന്നതാണെന്ന് പറയാതെ വയ്യ. ഈ വിധം ഗുരുതര വീഴ്ചകൾ കേരളത്തിന്റെ മതേതര മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. സർക്കാർ ആർക്കൊപ്പമാണെന്ന് ചോദിക്കുന്നവരുടെ ആകുലതകൾ കാണാതെ പോകരുത്. വഖഫ് കേസിൽ സർക്കാരിന് പറ്റിയ വീഴ്ച തിരുത്തി പ്രഖ്യാപിത നിലപാടിൽ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം ഭരണ നേതൃത്വം കാട്ടണം. അതല്ല സാങ്കേതിക നടപടിക്രമം എന്ന ഓമനപ്പേരിൽ ചെയ്തുപോയ വീഴ്ചകളെ ന്യായീകരിക്കുന്നത് തുടരുകയാണെങ്കിൽ ഒപ്പം നിന്ന മതേതര മനസ്സുകൾ കൂടുതൽ അകലം പാലിക്കുന്നത് അതിവിദൂരമാവില്ല. ഈ വിധത്തിൽ കടുത്ത വിമർശനമാണ് സുപ്രഭാതത്തിലൂടെ സമസ്ത ഉയർത്തുന്നത്. മുസ്ലിം ലീഗിനെ ആത്മീയ പിന്തുണയേകുന്ന പ്രബല സുന്നി വിഭാഗമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പിണക്കിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് UDF നേതൃത്വത്തിനും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വഖഫിനെ ചൊല്ലിയുള്ള അലോസരങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് മുതിർന്ന UDF നേതാക്കൾ ഇപ്പോൾ നടത്തിവരുന്നത്.